അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ദിക്റുകളിൽപ്പെട്ട ഈ ചെറിയ ദിക്റുകൾ പറഞ്ഞാലുണ്ടല്ലോ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയും? നമുക്കെതിരെ ശത്രുത പ്രയോഗിക്കുന്ന, നമുക്കെതിരെ ചതി പ്രയോഗിക്കുന്ന, വഞ്ചന പ്രയോഗിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ ചതി അള്ളാഹു അവരിലേക്ക് തന്നെ മടക്കും. സിഹർ ബാധിച്ചവരെ കണ്ടിട്ടില്ലേ? കണ്ണീർ ബാധിച്ചവരെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇതൊക്കെ ബാധിക്കുന്നത്? അവർ പ്രൊട്ടക്ഷൻ തീർക്കാത്തതുകൊണ്ടാണ്, ഒരു കാവലുണ്ടാക്കാത്തത് കൊണ്ടാണ്. നമുക്കെതിരെ വരുന്ന സിഹറുകൾ, നമുക്കെതിരെ വരുന്ന കണ്ണീറുകൾ, ഇതൊക്കെ തിരിച്ചവരിലേക്ക് തന്നെ മടക്കാൻ ഈ ദിക്റിന്റെ കൂട്ടം നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. ഏതാണ് ആ ദിക്റുകൾ എന്ന് നമുക്ക് പഠിക്കാം. ഫിർഔനെ പോലും നശിപ്പിക്കാൻ അള്ളാഹു വൈകിയത് ഈ ഒരു ഇസ്മ അയാളുടെ വീടിന്റെ വാതുക്കെ എഴുതി തൂക്കിയത് കൊണ്ടാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും വീട്ടിലേക്കും ഒക്കെ കടക്കുന്നതിന്റെ വാതുക്കലും ഈ ഒരു ഇസ്മ എഴുതി തൂക്കിയാൽ ഒരു ശത്രുവിന്റെ ശത്രുതയോ കണ്ണേറോ സിഹറോ ഐനോ ദുൽമോ ഒന്നും ആ വീട്ടിലേക്ക് കടന്നു വരൂല എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഏതാണ് ആ ഇസ്മ എന്നും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. സകല ശത്രുക്കളുടെ ഇടങ്ങേറുകളിൽ നിന്നും, സകല വിപത്തുകളിൽ നിന്നും, സിഹറുകളിൽ നിന്നും, ഐനുകളിൽ നിന്നും, ഹസദുകളിൽ നിന്നും, ളുൽമുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശൈത്താന്റെ ബുദ്ധിമുട്ടുകൾ, ജിന്നുകളുടെ ഇടങ്ങേറുകൾ, മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി ഏതൊക്കെ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ എപ്പോഴും കാവല് തേടാറുണ്ടില്ലേ? കാവല് തേടാറില്ലേ? അള്ളാഹുവിനോട് കാവല് തേടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ. അള്ളാഹുവേ, ഞങ്ങളുടെ യാത്രകളിലുള്ള ഇടങ്ങേറുകളിൽ ഞാൻ കാവൽ തേടും. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ. പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും കാവൽ തേടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. അല്ലാഹുവേ, കടം അധികരിക്കുന്നതിനെ തൊട്ടും അതുപോലെ തന്നെ പിടിച്ച് ഞങ്ങളെ അടക്കി വാഴുന്നതിനെ തൊട്ടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാവൽ തേടുന്നുണ്ട്. അതുപോലെ ഒട്ടനവധി കാവലുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാവലുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇടങ്ങേറുകൾ, മുസീബത്തുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. നമ്മുടെ ചുറ്റിലും ഇടങ്ങേറുകളും അപകടങ്ങളും അതുപോലെ തന്നെ മുസീബാത്തുകളും വലയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കാവല് നേടിക്കൊണ്ട് വേണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമുക്ക് ഇബാദത്തിനാണെങ്കിലും മറ്റു സൽക്കർമ്മങ്ങൾക്കാണെങ്കിലും ഒക്കെ തിരിയേണ്ടത്, അല്ലേ? നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് ശൈത്താനിൽ നിന്ന് കാവല് തേടണം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പരിശുദ്ധമായ ഖുർആന്റെ ആയത്താണ്. അല്ലാഹുവേ, മോട്ട് കാണിക്കുന്ന പിശാചിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. ഇങ്ങനെ ആശയം വരുന്ന പരിശുദ്ധ ഖുർആന്റെ ഈ ഒരു കാവൽ തേടിക്കൊണ്ടാവണം നിസ്കാരത്തിലേക്ക് നിൽക്കേണ്ടത്. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ വസ്വാസ് ഉണ്ടാക്കാൻ ഇബ്ലീസ് വരും. നീ ഫാത്തിഹ ഓതിയോ? ഫാത്തിഹ ഓതിയോ? ഇല്ല. ആയത്ത് ഓതിയില്ല. നീ സൂറത്ത് ഓതണോ? വേണ്ട, പെട്ടെന്ന് നിസ്കരിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ വസ്വാസാക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഇബ്ലീസ് വരും. അപ്പോൾ ഈ ഇബ്ലീസിന്റെ ഷെറിൽ നിന്നും ആദ്യമേ നമ്മൾ കാവൽ തേടുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നിസ്കാരത്തിലേക്ക് തിരിയുമ്പോൾ ഇനി മറ്റെന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നല്ല കാര്യം ചെയ്യാൻ പോവാ, പള്ളിയിലേക്ക് പോകാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഖുർആന്റെ ക്ലാസ്സിന് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഉണ്ടാകും അയലത്തുനിന്ന് താത്ത വരുന്നുണ്ട്, ഇപ്പൊ പോകണ്ട, പിന്നെ പോകാം. നമ്മുടെ പോക്കും മുടങ്ങി, ക്ലാസ്സും മുടങ്ങി. അല്ലെ കൂട്ടുകാരൻ വരുടാ, ഇപ്പൊ പോകണ്ട, നമുക്ക് പിന്നെ പോകാം, നമുക്ക് ഇന്നടുത്ത് പോകാനുണ്ട്. ജമാഅത്തും മുടങ്ങി, നിസ്കാരവും മുടങ്ങി. ഇങ്ങനെ എന്ത് ചെയ്യുക? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില പിശാചുക്കളുണ്ട്, നമ്മളെ ഇടങ്ങേറാക്കുന്ന ആൾക്കാർ, നമ്മുടെ ഇബാദത്ത് നശിപ്പിച്ച് കളയുന്ന ആളുകൾ. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, മറിച്ച് നമ്മുടെ ഇബാദത്തിന് തുനിയുന്ന സമയത്ത് ആരതിന് തടസ്സം നിൽക്കുന്നുണ്ടോ അവരെ മനസ്സിലായിക്കോണം, അവർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള പിശാചാണ് എന്ന്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഇബ്ലീസുകളാണ് എന്ന്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ഈ പറഞ്ഞത് സാന്ദർഭികമായി പറഞ്ഞതാണ്. കൂട്ടത്തിൽ പറയട്ടെ, ശത്രുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. ആജന്മ ശത്രുവാണ് മനുഷ്യന്റെ ഇബ്ലീസ് എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ നമുക്ക് കുറെ ശത്രുക്കളുണ്ട്, അല്ലേ? നമ്മൾ കുറച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പദവി ഉണ്ട് എങ്കിൽ, നമുക്ക് കുറച്ച് സൗന്ദര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ, നല്ല ജോലി ഉണ്ട് എങ്കിൽ, മറ്റുള്ളവരെക്കാൾ കുറച്ച് മികവുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ടും പല ഭാഗത്തു നിന്നും ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇപ്പൊ അയൽക്കാരന്റെ ഭാഗത്ത് ശത്രുത. നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നു, അയൽപ്പക്കക്കാരനെ ശ്രദ്ധിക്കുന്നില്ല, അയാളുടെ ഭാഗത്ത് ചെറിയ അസൂയ മൂത്ത് ശത്രുത വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചെറിയ വിഷയങ്ങൾക്ക് വഴക്കുണ്ടാക്കുക, ചെറിയ വിഷയങ്ങൾക്ക് പോരിന് വരിക, അപ്പം അങ്ങനെ ഉണ്ടാവും. കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിത്രങ്ങൾ ശത്രുക്കളായി കഴിഞ്ഞാൽ വലിയ ശത്രുവാണ്. മിത്രങ്ങൾ ശത്രുക്കളായി കഴിഞ്ഞാൽ അത് വലിയ ശത്രുക്കളാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടുകാരായി കഴിയുന്ന ആളുകളെ പിണക്കാതെ കൊണ്ടു നടക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലാത്ത എന്ത് ചെയ്യുക? കുടുംബത്തിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാകും, കുടുംബക്കാരിൽ നിന്ന് ശത്രുക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കോലത്തിലുള്ള ശത്രുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ടാകും. അപ്പൊ ഈ ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത്
സ്വാഭാവികമാണ്. എന്നാൽ ഇതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതോ അത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ഈ ശത്രുക്കളെ ഒഴിവാക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട പണിയാണ്. തന്നെ ഒഴിഞ്ഞു പോകൂല. ശത്രുക്കൾ അവരുടെ കുതന്ത്രങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. ശത്രുക്കൾ ഈ കുതന്ത്രങ്ങൾ അവരുടെ ചതികൾ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കുതന്ത്രങ്ങളിൽ നിന്നും പെടാതെ, ചതികളിൽ പെട്ടുപോകാതെ നമ്മൾ നേരായ റൂട്ടിൽ പോകണമെങ്കിൽ ഈ ചതികളിൽ നിന്നുള്ള കാവൽ, പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ വേണം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് ഒഴിവാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ശത്രുക്കളെ മാറ്റി നിർത്തി ഒഴിവാക്കി കളയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. കൂടുതലൊന്നുമില്ല, നമുക്കൊക്കെ അറിയുന്ന ചില ദിക്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയുന്ന ചില ദിക്റുകൾ. ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ശത്രുക്കൾ എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ശരി നമ്മുടെ അടുക്കലേക്ക് വരൂല. നമുക്ക് അവരുടെ ഒരു ഇടങ്ങേറുണ്ടാകൂല, ഒരു മുസീബത്തും നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കേണ്ടി വരില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് മഹാന്മാർ ഉദ്ധരിക്കുകയാണ്, ആർക്കെങ്കിലും ഒരാൾക്കും ലാലിമിനെ, തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ, തന്നെ ഉപദ്രവിക്കാൻ വരുന്ന അക്രമിയെ നശിപ്പിക്കണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യണം. ഇല്ലായ്മ ചെയ്യാൻ കൊല്ലുക എന്നല്ല പറഞ്ഞതിനർത്ഥം, തലവെട്ടിക്കളയാന്നല്ല പറഞ്ഞതിനർത്ഥം. അവന്റെ ശത്രുത ഇല്ലാതാക്കുക, അവന്റെ ആ അക്രമം ഇല്ലാതാക്കുക, അങ്ങനെ ഉദ്ദേശിക്കുക. അതുപോലെ ഹുദുലാനിഹി, അവന്റെ ആ ചതി ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ നമ്മുടെ എതിരെ പ്രയോഗിച്ച വഞ്ചന, ചതി, അത് ഇല്ലായ്മ ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി? നീ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഫമറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണ പറയണം. എത്ര തവണ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണ. അതിനുശേഷമോ വൽഹംദുലില്ലാഹി അൽഫമറ, അള്ളാഹുവിന്റെ സ്തുതി അൽഹംദുലില്ലാ എന്നത് അൽഫമറ 1000 തവണ പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണ, അൽഹംദുലില്ലാ എന്നത് 1000 തവണ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്റും കലിമത്തു തൗഹീദും 1000 തവണ പറയണം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ഒരു കലിമത്തും ഈ ഒരു കലിമത്തു തൗഹീദും 1000 തവണ പറയുക. അതോടൊപ്പം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. എങ്ങനെ പറയേണ്ട സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. ഇതും 1000 തവണ പറയണം. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ അക്രമി ആരാണോ ആ അക്രമിയെ പറ്റിയിട്ട് യജമാനനായ റബ്ബിനോട് കാവൽ തേടുക. അള്ളാഹുവെ, ഇന്നാലിന്ന വ്യക്തിയുടെ ഇടങ്ങേറ് എനിക്ക് വരാൻ സാധ്യതയുണ്ട്, അവൻ എനിക്ക് എതിരെ അക്രമം പ്രവർത്തിക്കുന്നുണ്ട്, എനിക്കെതിരെ ചതി പ്രയോഗിച്ചിട്ടുണ്ട്, ആ ചതിയെ നീ ഇല്ലായ്മ ചെയ്യണേ അള്ളാഹ്. നാളെ നശിച്ചു പോകാനുള്ള ദ്വാരക്കണം, മറിച്ച് എന്ത് ചെയ്യണം? അള്ളാഹുവെ, ആ ചതി നശിപ്പിച്ചു കളയണേ എന്ന്. ആ അക്രമിയുടെ എത്ര വലിയ ചതിയാണെങ്കിലും ശരി, യജമാനനായ റബ്ബ് ആ ചതി അയാളിലേക്ക് തന്നെ മടക്കി കൊടുക്കുന്ന. എനിക്കെതിരെ പ്രയോഗിച്ച ചതി, നമ്മൾ എത്രയോ ആളുകൾ വഞ്ചിച്ച ചരിത്രം പറയണില്ലേ? കാശ് വഞ്ചിച്ചു കൊണ്ടുപോയി, ചതിച്ചു കൊണ്ടുപോയി, അല്ലേ? നമ്മുടെ പൈസ ചതിച്ചു കൊണ്ടുപോയ ആളുകൾ, അതുപോലെ തന്നെ എത്രയോ ആളുകളുടെ ചരിത്രം, നമ്മുടെ പറമ്പ് കൈയടക്കിയ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ വീട് കൊള്ളയടിക്കുന്ന ആളുകൾ, നമ്മുടെ മോഷണം നടത്തിക്കൊണ്ടുപോയ ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല ചതിയും അക്രമവും നമുക്ക് എതിരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരാണോ നമ്മൾ ചതിച്ചത്, ആരാണോ നമ്മൾ വഞ്ചിച്ചത്, ആരാണ് നമ്മുടെ അക്രമം പ്രവർത്തിക്കുന്നത്, അവരുടെ അക്രമം ഇല്ലായ്മ ചെയ്തിട്ട് ആ അക്രമം നശിപ്പിച്ചു കളയാൻ, ആ അക്രമിയെ ഇല്ലാതെയാക്കാൻ. അക്രമിയെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവനെ അള്ളാഹു അങ്ങോട്ട് നന്നാക്കും. അവന്റെ അക്രമം മാറിയിട്ട് അവൻ നല്ല നിലയിലായിപ്പോട്ടെ, അല്ലേ? ഒരാളുടെ അക്രമം ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ, അയാൾ നന്നായാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. നമുക്കെതിരെ വന്ന ആക്രമങ്ങൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ നമുക്കും സമാധാനമാണ്. അപ്പോൾ 2 നേട്ടമുണ്ട്. ഒന്ന്, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ സമാധാനം കിട്ടുകയും ചെയ്യും, ആ അക്രമി നന്നാകുന്നതിന്റെ കൂലിയും നമുക്ക് കിട്ടും. എന്ത് ചെയ്താൽ മതി? അയാളുടെ അക്രമം ഒഴിവാകാൻ. ഇനി കൊടിയ ശത്രുവാണ് എങ്കിലോ അയാളുടെ ശത്രുത, അയാളുടെ അക്രമം അയാളിലേക്ക് തന്നെ അള്ളാഹു മടക്കിക്കളയും. എന്ത് ചെയ്താൽ മതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. ഇങ്ങനെ ഈ 3 ദിക്റും ഒരു സ്വലാത്തും ഇത് എന്ത് ചെയ്യും? 1000 തവണ ചൊല്ലിയതിനു ശേഷം ആ അക്രമിയുടെ അക്രമം മനസ്സിൽ കരുതിയിട്ട് യജമാനനായ റബ്ബിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ യുഹ്ലികുഹു ഔ യുഖ്ദിലുഹു. എന്ത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിരിക്കൽ ആ ശത്രുവിനെ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ അള്ളാഹു അയാളോട് ചതി കാണിക്കും. അതായത് നമുക്ക് ഇങ്ങോട്ട് പ്രയോഗിച്ച ചതി അള്ളാഹു അവനിലേക്ക് തന്നെ മടക്കുമെന്ന്. മനസ്സിലായോ? ഒന്നിരിക്കൽ അള്ളാഹു അയാളെ ഇല്ലാതെയാക്കും. അയാൾ ഒഴിവായി പോകേണ്ട ശത്രുവാണെങ്കിൽ ഇപ്പൊ ഷെയ്ത്താനെ പറ്റിയാണ്, ഷെയ്ത്താൻ ഒഴിവാക്കി കളയണം, ഷെയ്ത്താൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇനി മനുഷ്യനാണെങ്കിൽ തന്നെ വലിയ അക്രമം ചെയ്യുന്ന, മുസീബത്ത് ചെയ്യുന്ന ആളാണ്, സമൂഹത്തിനും ഇടങ്ങേറുണ്ടാക്കുന്ന ആളാണ്, അയാൾ പോയിക്കോട്ടെ, അയാൾ ഇല്ലാതിരിക്കലാണ് നല്ലത്. അങ്ങനത്തതൊക്കെ ഒഴിവായി പോകലാണ് നല്ലത്.
അപ്പോൾ ഒന്നിരിക്കൽ അള്ളാഹു കണക്കാക്കി അയാൾ നശിക്കാൻ കണക്കാക്കിയതാണ്, നശിച്ചു പോകും. അല്ലെങ്കിൽ അയാളുടെ ചതി അള്ളാഹു ഇല്ലാതെയാക്കി അയാളിലേക്ക് തന്നെ ചില മടക്കി കൊടുക്കും. ആ ചതി അയാളിലേക്ക് തന്നെ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സകല ചതിയന്മാരുടെ ചതിയിൽ നിന്നും സകല അക്രമകാരികളുടെ അക്രമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും നമ്മുടെ വീട്ടിലേക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സംരംഭങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ചതിപ്രയോഗങ്ങൾ വരാതിരിക്കാൻ, നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ, എടങ്ങേറുകൾ വരാതിരിക്കാൻ, കണ്ണേറ് പോലത്തത് വരാതിരിക്കാൻ, സിഹർ പോലത്തത് വരാതിരിക്കാൻ എത്രയോ ആളുകളുണ്ട്. നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് സിഹർ ബാധിച്ചിട്ട് ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ട് നശിപ്പിച്ചു കളെ. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് അങ്ങനെ സംഭവിച്ചു. അള്ളാഹു എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ശിഫാ നൽകുമാറാട്ടെ. നല്ല നിലയിൽ മജ്ലിസുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ സമനില തെറ്റിയതുപോലെ ആയിപ്പോയി. എന്തേ കാരണം? ആരോ ഒരാൾ അയാൾക്കെതിരെ സിഹർ ചെയ്തു കളഞ്ഞു. എത്ര വലിയ വിപത്താണെന്നറിയോ? ആ ചെയ്ത ആള് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ നിൽക്കേണ്ടത് രംഗമെന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എത്ര വലിയ ശത്രുക്കളോടാണെങ്കിലും ശരി, സിഹർ എന്നുള്ളത് നിങ്ങൾ ചെയ്യരുത്, കൂടോത്രം എന്നുള്ളത് നിങ്ങൾ ചെയ്യരുത്. കാരണം അത് നിങ്ങളെയും നശിപ്പിച്ചു കളയും. ആ കൂടോത്രം ചെയ്യുന്ന സമയത്ത്, സിഹർ ചെയ്യുന്ന സമയത്ത് ഈ ചെയ്യപ്പെടുന്ന ആളെങ്ങാനും അതിന് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ആളിലേക്ക് തന്നെ അത് തിരിച്ചു മടങ്ങും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളും അതിന് നിലക്കാൻ പാടില്ല. നമുക്കിനി ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അവർക്ക് തടയിടാനുള്ള മാർഗ്ഗമാണ് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. എല്ലാവരും കൈമുതലാക്കി വെക്കണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അയാളുടെ വാതിലിന്റെ മുൻവശത്ത് എഴുതി വെച്ചാൽ, വീട്ടിൽ കയറി വരുന്ന സ്ഥലത്ത് കാണുന്നിടത്ത് എന്ത് ചെയ്യുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ എല്ലാത്തരം എന്ത് ചെയ്യുക, എടങ്ങേറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നിബിധങ്ങൾ പറയുന്നുണ്ട്. എന്ത്? ലൗ കാന കാഫിറ. അത്ര ഗൗരവം ഉണ്ടെന്നറിയോ ആ വാക്കിന്? നമുക്ക് അള്ളാഹനെ വിശ്വസിക്കുന്നവരെ മാത്രമല്ല അള്ളാഹു കാക്കുന്നത്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത അന്യമതസ്ഥരാണെങ്കിലും ശരി, അള്ളാഹു ഉണ്ട് എന്നോ അള്ളാഹുവിൽ വിശ്വസിക്കുക, അത് മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഏത് വിഭാഗക്കാരാണ് ആ ചെയ്യുന്നതെങ്കിലും അള്ളാഹുവിന്റെ ഇസ്മ എഴുതി വെച്ച, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ച വീട്ടിലേക്ക് അള്ളാഹു ഒരു ഹലാക്കുകളെയും കൊണ്ടുവരില്ല എന്ന്. ഒരു സിഹറും ഒരു കണ്ണീറും ഒരു മുസീബത്തും ഒരു അപകടവും ആ വീട്ടിലേക്കോ പരിസരത്തേക്കോ അടുക്കൂല. വീട്ടിലോ കടയിൽ എഴുതി വെച്ചു, ആ കടയിലേക്ക് ഒരാളുടെ ഇടങ്ങേറും വരൂല, ഒരു ചതിയന്മാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. നമ്മുടെ സ്ഥാപനങ്ങളിൽ എഴുതി വെച്ചു, ആ ഒരാളുടെ ഇടങ്ങേറും ആ സ്ഥാപനത്തിലേക്ക് വരൂല. ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈകൊണ്ട് എഴുതാൻ അറിയില്ല എങ്കിൽ നമ്മുടെ കടകളിൽ പോയാൽ കിട്ടും, ഷോപ്പിലൊക്കെ ഉണ്ടാവും ഫ്രെയിം ചെയ്ത് നല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയത്. ഒരെണ്ണം വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കയറി വരുന്നിടത്തൊന്ന് തൂക്കിയിടാം ഇൻഷാ അല്ലാഹ്. അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, അള്ളാഹിന്റെ നാമമല്ലേ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ കയറുമ്പോൾ ആ ബിസ്മി കാണുമ്പോൾ ചൊല്ലാൻ തോന്നും. ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് അകത്തേക്ക് കയറാം, നമുക്ക് റഹ്മത്തുണ്ടാവും, വീട്ടിൽ ബർക്കത്തുണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാണ്, ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരിടങ്ങേറുകളും ആ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന്. എന്നിട്ട് അതിനൊരു തെളിവും പറയാണ്. ഫിർഔന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസമില്ലാത്തവനാണ്, പക്ഷേ ഫിർഔന്റെ വീടിന്റെ കവാടത്തിലും ബിസ്മി ഉണ്ടായിരുന്നു എന്നാണ്. ഫിർഔന്റെ വീടിന്റെ കവാടത്തിൽ ബിസ്മി ഉണ്ടായിരുന്നു. എത്ര വലിയ അന റബ്ബുക്കുമുൽ അഅല എന്ന്, ഞാനാണ് ഏറ്റവും വലിയവൻ റബ്ബ് എന്ന് വാദിച്ച ഫിർഔൻ അക്രമകാരി, അള്ളാഹു അവനെ നശിപ്പിക്കാൻ വൈകിച്ചതിന്റെ കാരണവും എന്തായിരുന്നു? ഫിർഔന്റെ വീടിന്റെ കവാടത്തിൽ അള്ളാഹിന്റെ ഇസ്മ എഴുതി വെച്ചത് കൊണ്ടാണ്, ബിസ്മി എഴുതി വെച്ചത് കൊണ്ടാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. പിന്നെ അവസാനം നശിപ്പിച്ചതോ അത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആഇന് അള്ളാഹു ഇജാബത്ത് കൊടുത്താണ്. നോക്ക്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുആഇന്, പ്രവാചകന്റെ ദുആഇന് ഇജാബത്തുണ്ടല്ലോ, അപ്പൊ ആ ദുആഇന് ഇജാബത്ത് കൊടുത്തതാണ് അവസാന സമയത്ത് ഫിർഔനെ നശിപ്പിച്ചത്. അത്രകാലം അവൻ ചെയ്ത അക്രമങ്ങളൊക്കെ അള്ളാഹു കണ്ണടച്ചെന്തിനാ? അവന്റെ വീടിന്റെ മുമ്പിൽ ബിസ്മി എഴുതപ്പെട്ടിരുന്നു എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അതായിരുന്നു കാരണമെന്ന്. അപ്പോൾ എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും, എത്ര നീചനാണെങ്കിൽ പോലും അവന് ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, എടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മി അവന്റെ വീടിന്റെ മുമ്പിൽ എഴുതി തൂക്കിയാൽ മതി എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ, ശത്രുക്കളെ ചതികൾ ഇല്ലാതെയാക്കാൻ, ശത്രുക്കളെ ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ഒന്നിരിക്കൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്, ഇതെല്ലാം 1000 തവണ ചൊല്ലി ആരാണോ ശത്രു, ആരാണോ ചതിയൻ, അയാളെ കരുതിയിട്ട് അയാളുടെ ചതി മാറിക്കിട്ടണം എന്ന് ദുആ ഇറക്കുക. എളുപ്പത്തിൽ ആ ചതി മാറിക്കിട്ടും, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചതി അയാളിലേക്ക് തന്നെ മടക്കും. ഇനി അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലേക്ക്, സ്ഥാപനത്തിലേക്ക്, നമ്മുടെ സംരംഭങ്ങളിലേക്കൊന്നും ആരുടെയും ഇടങ്ങേറും മുസീബത്തും കണ്ണീറും സിഹറും ഒന്നും ബാധിക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നിടത്ത് ബിസ്മി എഴുതി തൂക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്ഥാപനത്തിലേക്ക് വരുന്നിടത്ത് ബിസ്മി എഴുതി തൂക്കുക. സംരംഭങ്ങളുടെ, നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ മുന്നിൽ എന്ത് ചെയ്യുക, ബിസ്മി എഴുതി തൂക്കി കഴിഞ്ഞാൽ അവിടേക്ക് ഒരാളുടെ ബുദ്ധിമുട്ടും ഇടങ്ങേറും ഉണ്ടാവൂല.
എളുപ്പമല്ലേ ചെയ്യാൻ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഷെയ്ത്താന്റെ, ഇബ്ലീസിന്റെ, അതുപോലെ ജിന്നുകളുടെ, മനുഷ്യരുടെ എല്ലാ മുസീബാത്തുകളിൽ നിന്നും നമ്മളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സകല സിഹ്റുകൾ, കണ്ണീറുകൾ, ഐനുകൾ തുടങ്ങിയ എല്ലാ ദുൽമുകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.